ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു യേശു എന്ന നാമത്തെ നമ്മൾ ഉയർത്തുമ്പോൾ ആ നാമത്തിനകത്തുള്ള വിടുതലകളും നന്മകളൊക്കെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരും. ഇന്ന് രാത്രികാലം ഇത്രയും സന്തോഷമായി ഇവിടെ ഇരിക്കുവാനുള്ള കാരണം എന്താന്ന് ചോദിച്ചാൽ യേശു എന്ന നാമത്തെ ഉയർത്തിപ്പിടിച്ച ഒറ്റ കാരണം കൊണ്ടാണ് കർത്താവ് നമ്മളൊക്കെ സന്തോഷമായിട്ട് ഇവിടെ അമർത്തിയിരിക്കുന്നത്. കമാണ്, അത് വിശ്വസിക്കുന്നവർ നല്ല ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കുമ്പോൾ ആരും പറയാതെ തന്നെ നമ്മൾ ദൈവത്തെ സ്തുതിപ്പാനിടയായി തീരും. ഒരാമേൻ പറഞ്ഞാട്ടെ. കരമുയർത്തി നിത്യസ്നേഹമോർക്കും തൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടോ. ആ കരുണയോർക്കുമ്പോൾ വന്ധ്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടോ. അത് സത്യമാണെന്ന് പറയുന്നവർ മാത്രം ഒരാമേൻ പറഞ്ഞാട്ടെ. ഒരാമേൻ പറഞ്ഞാട്ടെ. കർത്താവിന്റെ നിത്യമായ സ്നേഹത്തെയും കർത്താവിന്റെ നിത്യമായ ആ വിടുതലകളൊക്കെ ഓർക്കുമ്പോൾ ഇന്ന് രാത്രികാലം എൻ്റെ വായടച്ചുകൊണ്ട് ഞാൻ മൗനതയോടെ ഇരുപ്പാൻ കഴിയത്തില്ല. എത്ര പേർ പറയുന്നു എന്നെയും എൻ്റെ കുടുംബത്തെയും ഇതിനകത്ത് ഇന്ന് രാത്രികാലം ഇത്രയും ആരോഗ്യത്തോടെയും ഇത്രയും ബലത്തോടെയും അമർത്തിയതിന്റെ കാരണം മനുഷ്യന്റെ സ്നേഹമല്ല, പാസ്റ്ററിന്റെ സ്നേഹമല്ല, നിത്യകാലമായി എന്നെയും എൻ്റെ കുടുംബത്തെ നടത്തുന്ന ദൈവത്തിന്റെ സ്നേഹമാണെന്ന് ഉറപ്പുള്ളവർ കരം തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്തോട്ടെ. പറഞ്ഞാട്ടെ. ഈ ലോകത്തിൽ നമ്മൾ വളരെ സാധുവായി ഇരിക്കുമ്പോഴത്തേക്കും സാധുവാകുന്ന നമ്മളെ സ്നേഹിപ്പാനൊക്കെ എല്ലാവരും കാണുമോ എന്ന് ചോദിച്ചാൽ എല്ലാവരും കാണത്തില്ല, അല്ലേ? നമ്മുടെ കൂര വീട്ടിനകത്ത്, നമ്മുടെ ചാണകം അടിക്കുക വീട്ടിനകത്തൊക്കെ എല്ലാവരും വന്നിരിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാവരും സാധുക്കളെ സ്നേഹിക്കത്തില്ല. എന്നാൽ എനിക്കൊരു കർത്താവിനെ അറിയാം. എത്ര വലിയ സാധുവായാലും നിന്നെ സ്നേഹിക്കുന്നവൻ മാത്രമല്ല, നിന്നെ പടക്കുന്ന ആ കുഴിയിൽ നിന്ന് നിന്നെ ഉയർത്തുവാൻ ശക്തനായവര് കർത്താവിനെയാണ് നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. അസന്തോഷമുള്ളവർ ചേർന്ന് കരം തട്ടി പാടാം. സാധുവാകും എന്നെ സ്നേഹിച്ചു സ്വന്ത ജീവൻ തന്ന സ്നേഹമേ. കമാൺ. ഓ സാധുവാകും എന്നെ ചിരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചു സ്വന്തം ജീവൻ തന്ന സ്നേഹമേ. ഓ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവ. ഓ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവ ചൊല്ലിടൂ. വൺസ് അഗൈൻ സാധുവാകും എന്നെ സ്നേഹിച്ചു. അത് സത്യമാണെന്ന് പറയുന്നത്. സാധുവാകുന്ന എന്നെ സ്നേഹിച്ചു സ്വന്തം ജീവൻ തന്നവൻ. സാധുവാകും എന്നെ സ്നേഹിച്ചു സ്വന്തം ജീവൻ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവ. സ്തോത്രമല്ലാതൊന്നുമില്ല. ഓ എന്റെ നാവ. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടോ. ആ കരുണയോർക്കുമ്പോൾ വന്ധ്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതി. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകൾ ഓർക്കുമ്പോൾ എങ്ങനെ കരുണയോർക്കുമ്പോൾ വന്ധ്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താ. ചേർന്ന് പാടിയേ യേശുവേ. കരങ്ങളെ യേശുവിന്റെ സ്നേഹത്തെ ഓർത്ത്. എണ്ണമില്ലാ നന്മകൾ എന്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ മാത്രം. എവിടെയോ തകർന്നു പോകേണ്ട എന്നെ, എവിടെയോ നശിച്ചു പോകേണ്ട എന്നെ എണ്ണമില്ലാത്ത നന്മകൾ ചൊരിഞ്ഞ് കർത്താവിനെ നിറച്ചിയ കൃപകൾക്കാ. ഓ എണ്ണമില്ല നന്മകൾ എന്നിൽ. അത് സത്യമാണ്. എത്ര പേർ പാടാൻ ചൊരിയും വന്ദയെ ഓർക്കുമ്പോൾ എണ്ണമില്ല നന്മകൾ.
പ്രശദരെ ചൊരിയും വന്തയേ രാത്രികാലം നന്ദിയല്ല എന്റെ നാവ സ്തോത്രമല്ലാതെ സ്തോത്രമല്ലാതൊന്നും എന്റെ നാവ ചൊല്ലിടുവാൻ നന്ദിയല്ലാതെ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ സ്തോത്രമല്ലാതൊന്നു എന്റെ നാവാലേ എന്റെ നാവ മനസ്സ് നിറഞ്ഞ് നിത്യസ്നേഹമോർക്കുമ്പോ വൻകൃപകളോർക്കുമ്പോ കരുണയോർക്കുമ്പോ വന്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും നിത്യസ്നേഹമേ നിത്യസ്നേഹമോർക്കുമ്പോ വൻകൃപകളോർക്കുമ്പോ ആ കരുണയോർക്കുമ്പോ വന്യാഗമോർക്കുമ്പോ യേശുവേ നന്നായി കരങ്ങളെ ചട്ടി കർത്താവിന് മഹത്വം കൊടുത്തത് നന്നായി കരങ്ങളെ ചട്ടി ആ കരമുയർച്ച് നല്ലവരെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവർ ഒരു ചോദ്യം ചോദിക്കാമോ? കർത്താവ് നിങ്ങൾക്ക് അടുത്തിരിക്കുന്നവരെ നോക്കി ചോദിച്ച കർത്താവ് നിങ്ങൾക്ക് എണ്ണമില്ലാത്ത നന്മകൾ ചെയ്തിട്ടുണ്ടോ? എന്ത് മറുപടിയാണ് അവർ പറഞ്ഞത്? ചെയ്തിട്ടുണ്ടെന്നാണ് ഇല്ലെന്നാണ്? നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാലും ഒത്തിരി നന്മകൾ കർത്താവ് ചെയ്തിട്ടുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. ഒത്തിരി നന്മകൾ കർത്താവ് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിക്കാലം നമുക്ക് പ്രശംസിപ്പാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. എണ്ണമില്ലാത്ത നന്മകൾ കർത്താവ് ചെയ്തത് കൊണ്ടാണ്. ചിലർക്കൊക്കെ കണ്ണു നിറയും ഈ വാക്കുകൾ പറയുമ്പോൾ. കാരണം നമ്മളൊക്കെ വന്നത് കൊട്ടാരത്തിൽ നിന്നല്ല, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് കർത്താവ് നമ്മെ ഉയർത്തിയത്. ഒരു വസ്ത്രത്തിന് മാറു വസ്ത്രമില്ലാതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട ദിവസങ്ങളും നാളുകളുമുണ്ട്. എന്നാൽ ഇന്ന് ഒത്തിരി വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോൾ നമ്മൾ നന്ദിയോടെ പറയണം, ഇതൊക്കെ കർത്താവ് തന്ന ദാനമാണ്. ഇന്ന് നല്ല വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പറയണം കർത്താവിനോട്, ഇതൊക്കെ എണ്ണമില്ലാതെ കർത്താവ് തന്ന ദാനമാണ്, നന്മയാണെന്നൊക്കെ. ഇന്ന് നമ്മുടെ പിള്ളേരൊക്കെ നല്ല കോളേജസിലും നല്ല സ്കൂളുകളിലും പഠിക്കുമ്പോൾ നമുക്ക് ഈ ബൈബിൾ ഉയർത്തി പറയുവാൻ ഒറ്റ ഒരു സാക്ഷിയേ ഉള്ളൂ, എണ്ണമില്ലാതെ നന്മകൾ കർത്താവ് തന്നത് കൊണ്ടാണ്. എൻ്റെ കഴിവല്ല ബ്രദറെ, എൻ്റെ കഴിവല്ല സിസ്റ്ററെ, എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ളവർ ചേർന്ന് കരം തട്ടി പാടാം. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടോ, ആ കരുണയോർക്കുമ്പോൾ വന്ധ്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതി. കമോൺ വായിച്ചുറന്ന്. നിത്യസ്നേഹമോർക്കുമ്പോൾ വൻകൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടോ. യേശുവേ എങ്ങനെ വാഴ്ത്താതിരുന്നിടോ. യേശുവേ ഒരിക്കൽ കൂടെ എണ്ണമില്ല നന്മകളിൽ അപ്പാ നന്ദി ചൊരിയും വണ്ടയേ. നന്ദിയപ്പ നന്ദിയപ്പ എണ്ണമില്ല. മനസ്സ് നിറഞ്ഞ് നന്ദി പറഞ്ഞേ. നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവ. എനിക്ക് ആ ഒരു സാക്ഷ്യമുള്ള കർത്താവേ, സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവൽ ചൊല്ലിടൂ. നന്ദിയല്ലാതെ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ യേശുവേ. സ്തോത്രമല്ലാതെ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എൻ്റെ നാവൽ ചൊല്ലിടൂ. ഒരിക്കൽ കൂടെ നന്ദിയല്ലാതെ നന്ദിയല്ലാതൊന്നും. സ്തോത്രമല്ലാതൊന്നുമില്ല. നന്നായി കരങ്ങളെ ചട്ടിയ കർത്താവിന് നല്ല മഹത്വം കൊടുത്ത കർത്താവ് നിങ്ങൾക്ക് നന്മ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ, കർത്താവ് എണ്ണമില്ലാത്ത നന്മകൾ എനിക്ക് തന്നിട്ടുണ്ടെന്ന് ഉറപ്പുള്ളവർ മാത്രം